തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചു മൂടിയതിൽ പ്രതി അനീഷയുടെ മൊഴി വിവരങ്ങൾ പുറത്ത്. പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയെന്ന് അനീഷ. ലാബ് ടെക്നീഷ്യൻ കോഴ്സിന്റെ ഭാഗമായി ലഭിച്ച അറിവുകളും പ്രസവത്തിന് സഹായിച്ചു. വയറിൽ തുണി കെട്ടി ഗർഭാവസ്ഥ മറച്ചു പിടിച്ചുവെന്ന് മൊഴിയുണ്ട്. പ്രതികൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. FIRന്റെ പകർപ്പും ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, കൂടുതൽ മൊഴികൾ വരുന്നുണ്ട്. പ്രസവിച്ചത് എങ്ങനെയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അനീഷയുടെ ഭാഗത്തു നിന്നും വരുന്നു. FIRൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സേതു, ഇത് സംബന്ധിച്ച് ഇന്നലെ രാത്രി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ മൊഴി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അനീഷ പറഞ്ഞിരിക്കുന്നത് യൂട്യൂബ് ഒരു റെഫറൻസായി പ്രസവത്തിന് മുന്നോടിയായി പരിശോധിച്ചു എന്നുള്ളതാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ലാബ് ടെക്നീഷ്യൻ ആയിട്ടാണ് യുവതി ജോലി ചെയ്തിരുന്നത്. ആ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച സമയത്ത് കിട്ടിയ മെഡിക്കൽ അറിവുകളും ഇതിന് സഹായകമായി എന്നുള്ളതാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അടുത്ത വീട്ടിലെ ആളുകളും ബന്ധുക്കളും അറിയാതിരിക്കാൻ ഗർഭാവസ്ഥയുണ്ടായിരുന്ന സമയത്ത് വയറിൽ തുണി കെട്ടി മറച്ചു പിടിച്ചുവെന്നും പറയുന്നുണ്ട്. 2 പ്രസവകാലങ്ങളിലും 2 സമയങ്ങളിലും ഇതേപോലെ നിലയിൽ അവർ ഇക്കാര്യങ്ങളെല്ലാം ആവർത്തിച്ചുവെന്നുള്ളതും മൊഴിയായി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയും പ്രതികളുമായി വീണ്ടും പോലീസ് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷവും ചോദ്യം ചെയ്തിരുന്നു. അത്തരത്തിൽ ആ സമയത്താണ് ഇത്തരം കാര്യങ്ങൾ കൂടി പോലീസിനെ മൊഴിയായി ഈ യുവതി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും FIRൽ 7 വകുപ്പുകൾ പ്രകാരമാണ് യുവതികൾ ഈ 2 പ്രതികൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. 7 വകുപ്പുകളിൽ കുട്ടിയെ ജീവനോടെ ജനിക്കുന്നതിന് തടസ്സമുണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിന് ശേഷം അതിനെ കൊലപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ജീവൻ അപായം ഉണ്ടാകുന്ന തരത്തിൽ അതിനെ ഉപേക്ഷിക്കുകയോ ചെയ്ത വകുപ്പുകൾ BNS 91, 93, 94, 101, BNS 238B തുടങ്ങി BNS 3, JJ ആക്ട് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഈ 2 പ്രതികൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും കുട്ടിയെ ഇല്ലാതാക്കുകയും അതിനെ തെളിവ് നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൊലപാതകം തുടങ്ങിയ വകുപ്പുകളാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക തുടങ്ങിയ JJ ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരവും പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഏതായാലും 9 മണിയോടുകൂടി തന്നെ കേസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന വെള്ളിക്കുളങ്ങരയിലെ നൂലുവള്ളിയിലെ അനീഷയുടെ വീട്ടിലായിരിക്കും തെളിവെടുപ്പ് ആദ്യം നടത്തുക. ആദ്യയുടെ സാന്നിധ്യത്തിൽ ഈ കുട്ടിയെ മറവ് ചെയ്ത സ്ഥലം കുഴി തോണ്ടി പരിശോധിക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കും. കൂടുതൽ ചോദ്യം ചെയ്യൽ ഇന്ന് പ്രതികളുമായി നടക്കും. ഈ കേസിൽ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം ചോദ്യം ചെയ്യും. മറ്റുള്ള ആളുകളെയും ഇവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. ഏതൊക്കെയാലും ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇന്ന് വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചുമൂടിയതിൽ പ്രതി അനീഷയുടെ മൊഴി വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ ലെവിൻ കെ വിജയൻ. FIRന്റെ പകർപ്പ് പ്രകാരം പ്രതികൾക്കെതിരെ 7 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്.